അസമിൽ സുഖോയ് യുദ്ധവിമാനം തകർന്നു വീണതായി സംശയം. വിമാനം റഡാറിൽ നിന്ന് ബന്ധം നഷ്ടമായതായാണ് വിവരം. വ്യോമസേന പരിശോധന തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇങ്ങനെയൊരു സൂചനയാണ് ലഭ്യമായിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? വ്യോമസേനയുടെ വിശദീകരണം എന്താണ്? അവിടുത്തെ ഇന്ത്യയുടെ സുഖോയ് യുദ്ധവിമാനം തകർന്നു വീണുവെന്ന റിപ്പോർട്ടുകളാണ് അസമിൽ നിന്ന് പുറത്തുവരുന്നത്. അതേസമയം വ്യോമസേന ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല. 7 മണിക്കാണ് അസമിലെ ജോർഹട്ടിലെ ഇത്തരത്തിൽ വ്യോമതാവളത്തിൽ നിന്ന് ഈ വിമാനം പറന്നുയരുന്നത്. പക്ഷേ 7:42 കൂടി തന്നെ ഈ യുദ്ധവിമാനവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെടുകയായിരുന്നു. റഡാറിൽ നിന്ന് ബന്ധം നഷ്ടപ്പെട്ടു എന്നതാണ് ഗുവാഹട്ടി ഡിഫൻസ് PRO അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു കുന്നിൻ പ്രദേശത്ത് ഈ വിമാനം തകർന്നു വീണുവെന്ന് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വ്യോമസേനയുടെ തിരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു എന്നതാണ് വ്യോമസേന വ്യക്തമാക്കുന്നത്. കാരണം കുന്നിൻ പ്രദേശമാണ്, വിദൂരമായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യോമസേന വ്യക്തമാക്കുന്നത്. ഇതുവരെ ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വ്യോമസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു കുന്നിൻ പ്രദേശത്ത് യുദ്ധവിമാനം തകർന്നു വീണു എന്ന സൂചനകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഒരു ഉഗ്രസ്ഫോടനം കേട്ടതായി പ്രദേശവാസികളടക്കം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ജോർഹട്ട് വ്യോമത്താവളത്തിൽ നിന്നാണ് വിമാനം പറന്നു പൊങ്ങിയിരിക്കുന്നത്. വിമാനം കണ്ടെത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട വ്യോമസേനയുടെ തിരച്ചിൽ ആരംഭിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യോമസേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും റഷ്യൻ കമ്പനി സുഖോയ് വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനമാണ് സുഖോയ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഇത് നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയുടെ പല ഇത്തരത്തിൽ എൻകൗണ്ടറുകളടക്കം പങ്കെടുക്കുന്ന ഒരു യുദ്ധവിമാനം കൂടിയാണ് സുഖോയ് എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു വിമാനമാണ് അസമിലെ ജോർഘട്ടിൽ തകർന്നു വീണു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായി വിവരം വ്യോമസേന സ്ഥിരീകരിക്കുന്നില്ല. രക്ഷാപ്രവർത്തനം അത് ഏത് രീതിയിലാണ് അരവിന്ദ് പുരോഗമിക്കുന്നത്? അമൃത, വിമാനത്തിൽ ഒരു പൈലറ്റ് മാത്രം ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഒരു കുന്നിൻ പ്രദേശത്ത് വിമാനം തകർന്നു വീണു എന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ മാത്രം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. പ്രദേശവാസികളടക്കം ഒരു ഉഗ്ര സ്ഫോടനം ലഭിച്ചു എന്നതും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പരിശോധന നടക്കുന്നത്. എന്തായാലും ഒരു കുന്നിൻ പ്രദേശമായതുകൊണ്ട് തന്നെ വിദൂര സ്ഥലമാണ്. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സമയമെടുക്കും എന്ന് തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ സംഘം ഈ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നും വ്യോമസേന വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യോമസേനയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ എന്താണെന്ന ഒരു ഔദ്യോഗിക വിവരം പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത്. 7:42 കൂടിയാണ് റഡാറിലുമായി ബന്ധം ഈ യുദ്ധവിമാനത്തിന് നഷ്ടപ്പെടുന്നത്. 7 മണിയോട് കൂടിയാണ് അസമിലെ ജോർഹട്ട് വ്യോമത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയരുന്നത്. 7:42 കൂടി തന്നെ ഈ റഡാറിൽ നിന്ന് ബന്ധം നഷ്ടപ്പെടുന്നു. പിന്നീടാണ് ഉഗ്രസ്ഫോടനം ഈ കുന്നിൻ പ്രദേശത്ത് കേട്ടതായി പ്രദേശവാസികൾ വ്യക്തമാക്കും. എന്തായാലും രക്ഷാപ്രവർത്തനത്തിനും അതുപോലെ തന്നെ മറ്റ് നടപടികൾ തിരച്ചിലടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നതാണ് വ്യോമസേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എന്താണെന്നുള്ള ഔദ്യോഗിക വിവരം പങ്കുവയ്ക്കുമെന്നും വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. അസമിൽ നിന്നാണ് ഇങ്ങനെയൊരു വിവരം വരുന്നത്. സുഖോയ് യുദ്ധവിമാനം തകർന്നു വീണു എന്നുള്ളൊരു സംശയമാണുള്ളത്. വിമാനം റഡാറിൽ നിന്ന് ബന്ധം നഷ്ടമായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.